ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീം ക്യാച്ചർ PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് A:B is equal to 2:3, B:C is equal to 4:5, then A:B:C എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് A:B എന്ന് പറയുന്നത് 2:3 ആണെങ്കിൽ B:C എന്ന് പറയുന്നത് 4:5 ആണെങ്കിൽ ദെൻ A:B:C എത്രയാണെന്ന്. ദാറ്റ് ഈസ് അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം A:B:C, ദാറ്റ് ഈസ് A:B എന്ന് പറയുന്നത് 2:3, ദാറ്റ് ഈസ് 2, 3. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് B:C is equal to 4:5, that is B:C. B:C is equal to 4, 5. ഓക്കെ, അപ്പം A:B എന്നുള്ളത് എൻ്റെയും ബിൻ്റെയും താഴെ എഴുതുക. അത് കഴിഞ്ഞിട്ട് B:C എന്നുള്ളത് ബിൻ്റെയും സിൻ്റെയും താഴെ എഴുതുക. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, A:B:C, ഈ സിൻ്റെ ഇവിടെ ഒന്നുമില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 തന്നെ ഈ സൈഡിൽ കിടക്കുന്ന അത് തന്നെ ഇവിടെ എഴുതുക. അപ്പോൾ നമ്മൾ എന്ത് എഴുതും, 3 എന്ന് എഴുതും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഈ എൻ്റെ ഇവിടെ ഒന്നുമില്ല, അപ്പം ഈ 4 തന്നെ നമ്മൾ ഇങ്ങോട്ട് എഴുതും. ഓക്കെ, ഇതെല്ലാ കേസിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇല്ലാത്തതിനെയും കൂടെ ഇൻറ്റു ചെയ്യുക. ദാറ്റ് ഈസ് 4 into 8, 8 is to then 3 into 4, 12, 12 is to 5 into 3, 15. നമുക്ക് എന്ത് കിട്ടി, 8 is to 12 is to 15 എന്ന് ആൻസർ കിട്ടി. ഇനി ഇത് നമുക്ക് എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വെട്ടാൻ പറ്റുമോ എന്ന് നോക്കുക. നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് A:B:C എന്ന് പറയുന്നത് 8 is to 12 is to 15 എന്ന് നമുക്ക് കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിം പാറ്റേണിൽ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് ഇഫ് A:B is equal to 7:9 and B:C is equal to 3:5, then A:B:C. മുമ്പ് ചെയ്ത സെയിം പാറ്റേൺ ആണ്. ദാറ്റ് ഇസ് A:B:C. A:B 7:9, അതുപോലെ തന്നെ B:C 3:5. അപ്പോൾ A:B എന്നുള്ളത് നമ്മൾ എൻ്റെയും ബിൻ്റെയും താഴെ എഴുതുക. ദാറ്റ് ഇസ് 7ഉം 9ഉം. ദെൻ B:C എന്നുള്ളത് നമ്മൾ ബിൻ്റെയും സിൻ്റെയും താഴെ എഴുതുക. ദാറ്റ് ഈസ് 3:5. ദെൻ ഇവിടെ രണ്ടിടത്തും മിച്ചം ഉണ്ടല്ലോ, സിൻ്റെ ഇവിടെയും ഇല്ല, എൻ്റെ ഇവിടെയും ഇല്ല. അപ്പം എങ്ങനെ എഴുതും, ഈ 9 ഇങ്ങോട്ട് എഴുതും, അതുപോലെ തന്നെ ഈ 3 ഇങ്ങോട്ട് എഴുതും. ഇത് ഇങ്ങോട്ട് എത്ര വന്നാലും ഇങ്ങോട്ട് എത്ര വന്നാലും എം ടി ആയിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ തന്നെയാണ്, ഈ 9 തന്നെയാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഇത് വലിയ സംഖ്യകൾ വരുമ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യും. ദാറ്റ് ഈസ് 7 into 3, 21, 9 into 3, 27, then 9 into 5, 45. അപ്പം നമുക്ക് എന്ത് കിട്ടി, 21:27:45 എന്ന് കിട്ടി. ഇനി നമുക്കിതിനെ എന്തെങ്കിലും വെട്ടാൻ പറ്റുമോ, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ദാറ്റ് ഈസ് നമുക്കിതിനെ എല്ലാത്തിനെയും 3 വെച്ച് വെട്ടത്തില്ലേ. അപ്പം എന്ത് വരും, 7:9:15 എന്ന് വരും. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്, 7:9:15. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിം പാറ്റേണിൽ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ഇഫ് A:B is equal to 2:3, B:C is equal to 4:3, then A:B:C. That is A:B:C. A:B 2, 3, B:C 4, 3. അപ്പം ഇവിടെ രണ്ടിടത്തും മിച്ചമുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഈ 3 തന്നെ എഴുതും, ഇവിടെ നമ്മൾ ഈ 4 തന്നെ എഴുതും. ഓക്കെ, സെയിം പാറ്റേൺ ആണ്. ദെൻ 2 into 4, 8, 3 into 4, 12, 3 into 3, 9. That is A:B:C എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും, 8:9
12:9 എന്ന് കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിം പാറ്റേണിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. നമ്മൾ മൂന്നാമത് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2019 VOയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 2017 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇഫ് A:B = 4:5, B:C = 6:7, then നമ്മളോട് സാധാരണ A:B:C ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കാറ്. ഇവിടെ A:C ആണ് ചോദിച്ചിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ആദ്യം A:B:C തന്നെ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് A:B:C. A:B 4:5, ദാറ്റ് ഈസ് 4, 5. B:C 6:7. ദെൻ ഇവിടെ എന്ത് എഴുതും? 5 തന്നെ എഴുതും. ഇവിടെ 6 തന്നെ എഴുതും. ദാറ്റ് ഈസ് 6 × 4 24, 5 × 6 13, 5 × 7 35. ദാറ്റ് ഈസ് A:B:C എന്ന് പറയുന്നത് നമുക്ക് 24:13:35 എന്ന് കിട്ടി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് A:C എത്രയാണെന്നാണ്. A:C എത്രയാണ്? 24:35. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചെറിയ വ്യത്യാസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 4:5 = x:20, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 4:5 = x:20 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4:5 നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 4/5 എന്ന് എഴുതാൻ സാധിക്കും. റേഷ്യോയിലുള്ള ഇതിനെ നമുക്ക് എപ്പോഴും ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും. ഇപ്പം A:B നമുക്ക് A/B എന്ന് എഴുതാൻ സാധിക്കും. x:y ആണെങ്കിൽ xy/by എന്ന് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ 4:5 നമുക്ക് 4/5 എന്ന് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ x:20 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x/20 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 4:5 = x:20 നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 4/5 = x/20. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി ഈ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിനെ നമ്മൾ അവിടെ തന്നെ നിർത്തുക. ദാറ്റ് ഈസ് എങ്ങനെ വരും? ഈ 20 = ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഡിവൈഡ് ഇൻറ്റു ആകും. ദാറ്റ് ഈസ് 4 × 20 / 5 = x എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 80/5 = x. ദാറ്റ് ഈസ് എന്ത് വരും? 80/5 = x. 80/5 എത്രയാണ്? 16. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടും? 16 എന്ന് കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിം പാറ്റേണിൽ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് 15:18 = x:144. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്നാണ്. ദാറ്റ് ഈസ് 15:18 = x:144. ദാറ്റ് ഈസ് 15:18 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 15 / 18. ദാറ്റ് ഈസ് ഈക്വൽ ടു x / 144. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 15 / 18 = x / 144 എന്ന് കിട്ടി. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിനെ നമ്മൾ അവിടെ തന്നെ നിർത്തുവാണ്. ദാറ്റ് ഈസ് 15 = ന്റെ അപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും ഈ 144 ഡിവൈഡ് ഇൻറ്റു ആയിട്ട് മാറും. ദാറ്റ് ഈസ് 15 × 144 / 18. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നത് 15 × 144 / 18 എന്ന് കിട്ടി. ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം, വെട്ടാം. അപ്പം 18നെ 144നെ നമുക്ക് എന്ത് വെച്ച് വെട്ടാൻ പറ്റും? 6 വെച്ചിട്ട് വെട്ടാൻ പറ്റിയല്ലേ. അപ്പം 144 / 6 എന്ത് വരും? ഇപ്പം എന്ത് വരും? 144നെ 6 വെച്ച് വെട്ടുമ്പോഴത്തേക്കും നമുക്ക് 24 എന്ന് കിട്ടും. അതുപോലെ 18നെ 6 വെച്ച് വെട്ടുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഇനി 3നെയും 24നെ കൂടെ വെട്ടാലോ. ദാറ്റ് ഈസ് 8. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? 15 × 8 = x എന്ന് കിട്ടി. ദാറ്റ് ഈസ് 15 × 8 എത്രയാണ്? അപ്പം
അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 120 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് 1/3:1/2:1/4 തുല്യമായ അംശബന്ധം ഏത്? ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ 1/3:1/2:1/4 തുല്യമായത് ഏതാണെന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM എടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് LCM ഓഫ് 3, 2, 4. ഈ 3, 2, 4ന്റെ LCM കണ്ടുപിടിക്കണം. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം ഈ 4 കൺസിഡർ ചെയ്യുക. ഈ 4 3ഉം 2ഉം 4ൽ അടങ്ങുമോ നോക്കുക. 3ഉം 2ഉം 4ൽ അടങ്ങത്തില്ല. അപ്പം 4ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുക്കുക. ദാറ്റ് ഈസ് 8. 8 2ൽ അടങ്ങും, പക്ഷെ 3ൽ അടങ്ങത്തില്ല. അപ്പം നമ്മൾ 4ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുക്കുക. ദാറ്റ് ഈസ് 12. അപ്പം 12 കൺസിഡർ ചെയ്യുമ്പം 12 2ൽ അടങ്ങും. ദാറ്റ് ഈസ് 6 × 2 12 ആണല്ലോ. 12 3ലും അടങ്ങും. ദാറ്റ് ഈസ് 4 × 3 12 ആണ്. 4ലും അടങ്ങും. 3 × 4 12 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? LCM ഓഫ് 3, 2 and 4 എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്ന 1/3:1/2:1/4 തുല്യമായതാണ്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1/3:1/2:1/4 അതിനോട് നമ്മൾ ഈ 12 മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 1/3 × 12, 1/2 × 12, 1/4 × 12. ദാറ്റ് ഈസ് ഈ 3ഉം 12ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടും. 2ഉം 12ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും. 4ഉം 12ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടും? 4:6:3 എന്ന് ആൻസർ കിട്ടും. 4:6:3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത് 4:6:3 ആണ്. 1/3:1/2:1/4 തുല്യമായത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. AX ഈസ് ഈക്വൽ ടു B, BY ഈസ് ഈക്വൽ ടു CZ ഈസ് ഈക്വൽ ടു A. അങ്ങനെയാണെങ്കിൽ X × Y × Z വാല്യൂ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് നമുക്ക് ഈ തന്നിരിക്കുന്നതെല്ലാം ആദ്യം തന്നെ എടുത്തെഴുതാം. ദാറ്റ് ഈസ് AX ഈസ് ഈക്വൽ ടു B, BY ഈസ് ഈക്വൽ ടു CZ ഈസ് ഈക്വൽ ടു A എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് BY ഈസ് ഈക്വൽ ടു എത്രയാണ്? A. അതുപോലെ തന്നെ CZ ഈസ് ഈക്വൽ ടു A. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് AX ഈസ് ഈക്വൽ ടു B, BY ഈസ് ഈക്വൽ ടു A, CZ ഈസ് ഈക്വൽ ടു A. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം തന്നെ നമുക്ക് എക്സ് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് AX ഈസ് ഈക്വൽ ടു B തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് X ഈസ് ഈക്വൽ ടു എന്താണ്? എക്സിനെ ഇവിടെ നിർത്തുവാണെങ്കിൽ A ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇൻറ്റു ഡിവൈഡ് ആകും. ദാറ്റ് ഈസ് B/A. അപ്പം നമുക്ക് X എന്തെന്ന് കിട്ടി? B/A എന്ന് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഈ BY ഈസ് ഈക്വൽ ടു Aക്കകത്തുനിന്ന് Yനെ പുറത്തെടുക്കാമല്ലോ. ദാറ്റ് ഈസ് Y ഈസ് ഈക്വൽ ടു B ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും എന്ത് വരും? A/B. അതുപോലെ തന്നെ CZ ഈസ് ഈക്വൽ ടു Aക്കകത്തുനിന്ന് നമുക്ക് ഇസഡിനെ എടുക്കുവാണെങ്കിൽ Z ഈസ് ഈക്വൽ ടു A/C. അപ്പോൾ നമുക്ക് X ഈസ് ഈക്വൽ ടു B/A, Y ഈസ് ഈക്വൽ ടു A/B, Z ഈസ് ഈക്വൽ ടു A/C എന്ന് കിട്ടി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് X, Y, Z, അതായത് X × Y × Z വാല്യൂ എത്രയാണ്? നമുക്കിപ്പോൾ Xഉം Yയും Zഉം കിട്ടിയിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് B/A × A/B × A/C. ഈ ബിയും ബിയും ക്യാൻസൽ ആകും, എയും എയും ക്യാൻസൽ ആകും. മിച്ചം എന്നാ ഉണ്ട്? A/C. അപ്പം നമുക്ക് X, Y, Z എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? A/C എന്ന് കിട്ടി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വളരെ വലുതാണെങ്കിലും ആൻസർ വളരെ ചെറുതായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അതായത് ഇഡലി ഉണ്ടാക്കാൻ എടുക്കുന്ന മാവിൽ 1 കിലോ അരിക്ക് 400 ഗ്രാം ഉഴുന്ന് എടുക്കുവാണെങ്കിൽ അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ അരിയും ഉഴുന്നും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 കിലോ അരിക്ക് 400 ഗ്രാം ഉഴുന്ന്. അപ്പം ഇപ്പം കിലോഗ്രാമിലും ഒരെണ്ണം കിലോയിലും ഒരെണ്ണം ഗ്രാമിലും കിടക്കുന്നതുകൊണ്ട് നമുക്കത് മാറ്റണം. അപ്പം 1 കിലോ അരി എന്ന് പറയുന്നത് എത്രയാണ്?
1 kg എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1000 ഗ്രാം അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധമാണ്. ദാറ്റ് ഈസ് എന്താണ്, 1000 ഗ്രാമിന് 400 ഗ്രാം, 1000 ഗ്രാം അരിക്ക് 400 ഗ്രാം ഉഴുന്നെന്നാണ് ശരിക്കുമുള്ള അനുപാതം. ഇനിയിപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. അതായത് 1000ത്തെ 400നെ നമുക്ക് വെട്ടി ചെറുതാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1000ത്തെ നമുക്ക് എന്ത് വെച്ചിട്ട് വെട്ടാം, 100 വെച്ചിട്ട് വെട്ടുവാണെങ്കിൽ, 2നെ 100 വെച്ചിട്ട് വെട്ടുവാണെങ്കിൽ 10:4. അതിനെ 2നെ നമുക്ക് ഇനിയും വെട്ടാമല്ലോ. 2 വെച്ചിട്ട് വെട്ടുവാണെങ്കിൽ 5:2. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ തന്നെ വെട്ടണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വെട്ടാം. നിങ്ങൾക്ക് പകുതി എടുത്ത് പോവോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് പോലെ അങ്ങ് പെട്ടെന്ന് വെട്ടിക്കൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാൾ വാർക്കപ്പണിക്കായി 10 ചട്ടി മണലിൻ്റെ കൂടെ 3 ചട്ടി സിമെൻറ്റ് ചേർത്തു എങ്കിൽ സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും തമ്മിലുള്ള അംശബന്ധം, റേഷ്യോ എന്താണ്? സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 10 ചട്ടി മണലിൻ്റെ കൂടെ 3 ചട്ടി സിമെൻറ്റ് ചേർത്തെന്നാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ഉണ്ട്. 10 ചട്ടി മണലിൻ്റെ കൂട്ടത്തിൽ 3 ചട്ടി സിമെൻറ്റ് ചേർത്തു. അപ്പം തന്നെ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 10:3 ആണ്. എന്ത്? മണലിൻ്റെയും സിമെൻറ്റിൻ്റെയും. പക്ഷേ ഈ ഓപ്ഷനും ക്വസ്റ്റ്യനിൽ ഈ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. നമുക്ക് ചെറിയൊരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ 1 മാർക്ക് വെറുതെ പോകും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ്. നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. കാരണം 10 ചട്ടി സിമെൻറ്റിൻ്റെ കൂടത്തിൽ 10 ചട്ടി മണലിൻ്റെ കൂടത്തിൽ 3 ചട്ടി സിമെൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും 10:3 ആണെന്ന്. 10:3 ഓപ്ഷനിൽ തന്നിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും തിരിച്ചിട്ടാൽ മാത്രം മതി. ആൻസർ എന്ന് പറയുന്നത് 3:10 ആണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.